കമ്പനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു അടിപൊളി CFO ഉണ്ട്. പുള്ളി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തു. CFOനെ കൃത്യമായിട്ട് മലയാളികൾക്ക് സുപരിചിതരാണ് അല്ലേ? അദ്ദേഹത്തിന്റെ പേര് കൂടി വേണമെങ്കിൽ പറഞ്ഞു. സിബിൻ ബെഞ്ചമിൻ. സൗഹൃദം എന്നുള്ളതിനേക്കാളും കൂടുതൽ സുഹൃത്തുക്കളിന് ഉപരിയായിട്ട് കുടുംബം ആണ് എനിക്ക്. നമ്മൾ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയില്ലേ, എൻ്റെ ഒരു ഇതങ്ങനെയാണ്. നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു മോശം സമയം വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം, നമ്മൾ ജെനുവിൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെന്ന് നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്ന. അങ്ങനെ നിൽക്കുന്ന ഒറ്റ ഒരാളെങ്കിൽ ഒരാൾ മതി. ഒരാളെങ്കിൽ ഒരാൾ മതി. സത്യം, ഒരാളെങ്കിൽ ആ ഒരാൾ ധാരാളമാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മാരേജ് പ്രപ്പോസൽസ് ആണ്. ഇനി ഒരു കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച ആരോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പബ്ലിക്കലി റിപ്ലൈ ടു, നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ പറ്റിയാൽ, എനിക്ക് കമ്പാറ്റബിൾ ആണ്, ഓക്കെ ഇത് സെറ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരാൾ എന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും. സിബിൻ നല്ലൊരു സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ സിബിന്റെ പരാമർശങ്ങളിൽ എതിർപ്പ് പറഞ്ഞവർ എന്നെ കൂടി എതിർക്കാൻ അല്ലെങ്കിൽ ഒരു ഹേറ്റ് ക്യാമ്പയിന്റെ ഭാഗമാവാൻ ഞാനൊരു ഇരയായിട്ടുണ്ട്. സിബിന് ഹേറ്റ് ക്യാമ്പയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കും വന്നിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഈ എപ്പോഴും ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുനടക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ഇരുത്തം വന്നു കഴിഞ്ഞാൽ ഇരുന്നിട്ട് കാല് നീട്ടാന്നുള്ള പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മളെ ഉണ്ടായിരുന്ന വിഷയമൊക്കെ പിന്നീടാണ് അത് സഫലീകരിക്കാൻ തുടങ്ങും അല്ലെ? കുറെ കൂടി പണം തന്നെ വന്നാൽ, പണം മുഖ്യമെങ്കിലേ കുറെ കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് അത്തരത്തിൽ കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ലൈസൻസ് കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര എന്തോ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ പോലെയാണ്. സോ ഇത് ഒപ്പം വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം കുറെ അഡ്വഞ്ചർ കാര്യങ്ങൾ കൂടെ ഇഷ്ടങ്ങൾ നല്ല വന്നു തുടങ്ങും അല്ലെ? ഒന്ന് ബൈക്ക് റൈഡ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളും അല്ലെ, ഡ്രൈവ് ചെയ്യുക എന്നുള്ളതും. മഞ്ജു ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പിന്നെ ചെയ്യുന്നത് ആ സിനിമയിൽ വേഷം വന്നപ്പോഴാണ്. നല്ല രീതിയിൽ സ്റ്റൈലും ബൈക്കും അല്ലെ എടുത്തു. അത്തരത്തിൽ അഡ്വഞ്ചർ മോഹങ്ങളും വിഷയങ്ങളൊക്കെ എന്താ? സത്യം പറയാലോ, അഡ്വഞ്ചർ മോഹങ്ങളൊന്നും ആസ് ഓഫ് നൗ ഇല്ല. കാരണം എനിക്കിപ്പോൾ അഡ്വഞ്ചറിലേക്ക് പോകുന്ന കാശും കൂടി സേവ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഡ്വഞ്ചർ നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പം എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ലൈഫ് ഗോൾസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണം. അത് നടത്തി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ. ചേച്ചിയായി, അമ്മയായി, അച്ഛനായി, അമ്മയല്ല അമ്മയുണ്ട്, അച്ഛനായി. അത് ചെയ്തു. അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് എനിക്ക് ലൈഫിൽ. പിന്നെ കാഞ്ചീപുരം സ്റ്റോർ ഇടണം എന്നുള്ളത്, ഫസ്റ്റ് ഒരു കൊച്ചിയിൽ ഒരു സ്റ്റോർ ഇടണം എന്നുള്ളത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമായിരുന്നു. അതും ഇട്ടു. അതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക്. ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്തെങ്കിലും കൊച്ചിയിൽ വാങ്ങണം എന്നുണ്ട്. അതാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത ഗോൾ. ഇപ്പൊ അതിലോട്ടാണ് കോൺസെൻട്രേഷൻ മുഴുവൻ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അഡ്വഞ്ചർ ഒക്കെ. അവസാനം വരുമോ വീട്ടിലോട്ട്? ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ട്. ഇപ്പൊ കമ്പനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു അടിപൊളി CFO ഉണ്ട്. പുള്ളി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തു. CFOനെ കൃത്യമായിട്ട് മലയാളികൾക്ക് സുപരിചിതരാണ് അല്ലേ? അതോട് പറയൂ, പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ കഴിയോടുകൂടി ആ CFOനെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. CFO ഈ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കൂടി വേണമെങ്കിൽ പറഞ്ഞു, സിബിൻ ബെഞ്ചമിൻ. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. ഈ ശരിക്കും ഈ ലൈഫിൽ ഇപ്പൊ സിബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര്, പക്ഷേ ഈ കുറച്ച് പേര് ഭയങ്കര അല്ലെ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെയുള്ള ഈ യാത്രയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഈ സൗഹൃദത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ്, സ്ട്രോങ് പില്ലേഴ്സ് ആണ്. എനിക്ക് ഞാൻ സൗഹൃദം എന്നുള്ളതിനേക്കാളും കൂടുതൽ സുഹൃത്തുക്കളിന് ഉപരിയായിട്ട് കുടുംബം ആണ് എനിക്ക്. നമ്മൾ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയില്ലേ, എൻ്റെ ഒരു ഇതങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ദേ ബിക്കം മൈ ഫാമിലി എന്നുള്ളതാണ്. അപ്പം എനിക്ക് അങ്ങനെ വളരെ ഒരു പണ്ട് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയായിരുന്നു, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും കാലം കഴിയുമ്പോൾ
ലൈഫിൽ കുറേ അനുഭവങ്ങൾ വന്നു, കുറേ കാര്യങ്ങൾ കണ്ടു, കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു മോശം സമയം വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം, നമ്മൾ ജെന്യുവനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെന്ന് നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായപ്പോഴാണ് വീണ്ടും കുറേ ഫിൽട്രേഷൻ നടന്നു. അപ്പം ഇന്നിപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ജോത്സ്ന ചേച്ചി റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ ജോത്സ്ന ചേച്ചി പറഞ്ഞു, ക്വാളിറ്റി ഇസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി. അത് കേട്ട് കഴിയുമ്പോൾ ഞാനിരുന്ന് ആലോചിച്ചു, കറക്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തു. അപ്പോൾ എനിക്ക് ക്വാളിറ്റി മതി, ക്വാണ്ടിറ്റിയിൽ ഒരു കാര്യമില്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഒരാളെങ്കിൽ ഒരാൾ മതി, ഒരാളെങ്കിൽ ഒരാൾ മതി. സത്യം, ഒരാളെങ്കിൽ ആ ഒരാൾ ധാരാളമാണ്. അത് ഒരാൾ മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഈസ് എനി ഡേ ബെറ്റർ. നമുക്ക് എപ്പോഴും അങ്ങനെ പറയുമ്പോഴും ഇതൊക്കെ അൺപ്രഡിക്റ്റബിൾ തന്നെയല്ല എല്ലാ കാര്യങ്ങളിലും. മനുഷ്യനാണ്, സമയമാണ്, രണ്ടും മാറും എന്നുള്ളതാണ്. ചിലത് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഒരാളോടും വ്യക്തിവിരോധം കൊണ്ടൊന്നും ആയിരിക്കും. അവനവനെ മാറ്റി പറയിപ്പിക്കുന്ന, മാറ്റി ചിന്തിപ്പിക്കുന്ന എന്തോ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ അപ്പുറത്ത് നിൽക്കുന്നവന്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പറയും. അപ്പൊ അത്തരത്തിൽ മാറുന്നെങ്കിൽ, എവിടേക്ക് ഇത് വ്യക്തിപരമല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണോ? 100%. ഞാൻ ഇന്നും പറയുന്നു, ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ. ആ സംസാരിക്കാനുള്ള മനസ്സ് കാണിക്കണം. എന്താണ് പ്രശ്നം എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നമുക്ക്, ഇപ്പോൾ ഒരാൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അയാളുമായിട്ടൊരു പ്രശ്നം വെച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടില്ല. ഞാൻ ഇഷ്ടപ്പെടില്ല. ഞാനത് മാക്സിമം പറഞ്ഞ് തീർക്കാനേ നോക്കുള്ളൂ. തീർത്ത് മുന്നോട്ട് എനിക്ക് ആൾ കൂടെ വേണം, അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ഒരിക്കലും എനിക്കിഷ്ടമല്ല ഒരു ഗ്രഡ്ജിങ്ങിനെ കൊണ്ടുപോകണതും. പിന്നെ എന്നെ പറ്റി ഇപ്പോൾ എന്നോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും പറയണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ലേ പറയണ്ടേ? അപ്പോഴല്ലേ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പർലി. അതാണ് എനിക്കിഷ്ടം. അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ നമുക്ക് ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമ്മളൊരു അൺഎഡിറ്റഡ് ടേബിൾ സെക്ഷനിലോട്ട് പോവാണ്. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. സോ അതിനുള്ള മറുപടി രണ്ടാമത് ചിന്തിക്കാതെ ഹസ്തോട്ടിലോട്ട് വരണം, പെട്ടെന്ന് വരണം. ഓക്കെ, റെഡി? ഓടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. സോ പെട്ടെന്നുള്ള ഉത്തരങ്ങൾ കൂടി പ്രതീക്ഷ കൊണ്ട് തന്നെ, ഞാനുണ്ടായിരുന്ന സീസൺ 100 ദിവസം പിന്നിട്ടിരുന്നെങ്കിൽ ആ സീസണിലെ വിന്നർ ഞാനാകുമായിരുന്നു. സാധ്യതകൾ കൂടുതലാണ്. സമ്മതിച്ചൊന്നുമില്ല, ഒന്നും മിണ്ടുന്നില്ലല്ലോ. കപ്പ് പദ്ധതി ഒരു കണ്ടസ്റ്റന്റിന് വെച്ചിട്ട് ഈ കപ്പ് പദ്ധതിയോ പ്രൈസ് മണി ശരിക്കും ഈ ഒരു പദ്ധതി ശരിക്കും കേട്ട് തുടങ്ങി ശരിക്കും ആരെന്നുള്ള വാക്കിനൊപ്പമാണ് അല്ലെ? സത്യം പറയാലോ, ഇത് പുറത്തിങ്ങനെ നടക്കുമ്പം നമ്മൾ അറിയുന്നില്ലല്ലോ അകത്ത് ഇതെന്താ സംഭവം. പുറത്ത് ഞാൻ വന്നപ്പോ ആദ്യം ഞാൻ കേൾക്കുന്ന സാധനം ഇതാണ്. ഫസ്റ്റ് ഞാൻ കേൾക്കണ ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു വൈറൽ സാധനം, ആരൊക്കൊരു ഫ്ലാറ്റ് പദ്ധതി അങ്ങനെ പൊളിഞ്ഞിരിക്കുന്നു. ആരൊക്കൊരു ഫ്ലാറ്റോ? ശരിക്കും ഇതിന്റെ പുറകിൽ വലിയൊരു കോൺസ്പിറൻസി ഉണ്ട്. ഞാനല്ല ഈ സീസണിൽ വിന്നർ ആവേണ്ടത്. ഈ സീസണിൽ 110% ഡോക്ടർ രജത് കുമാർ തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഈ പുറത്താവല്, അത് ഫിസിക്കൽ അസോൾട്ടും അദ്ദേഹത്തിന്റെ പുറത്താവലിലാണ് സീസൺ 2ന്റെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി കിടക്കുന്നത്. ആ പുറത്താവൽ ഷോ നിർത്തിവെക്കാൻ വരെ കാരണമുള്ള ഇതിലേക്കുള്ള അഭിപ്രായങ്ങൾ വരെ ഓഡിയൻസിന്റെ ഭാഗത്ത് വന്നിരുന്നു. ശരി, വ്യക്തിപരമായിട്ട് ആ 100 ദിവസങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർ പുറത്തായില്ലെങ്കിൽ വിന്നർ ആവുമായിരുന്നത് അദ്ദേഹമായിരുന്നാണ്. 110%, ഒരു സംശയമില്ല. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഒരു ഫുൾ കേരള ജനതയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് ദ ബിഗ് ബോസ് ഗെയിമർ. ഒരു സംശയമില്ല എനിക്ക്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു. ഞാൻ അത് തന്നെയാണല്ലോ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ 2ന്റെ ബെസ്റ്റ് ഗെയിമർ രജത് കുമാർ തന്നെയാണ്. അതായത് ആ വീട്ടിൽ നിന്ന് 21 ആൾക്കാർക്ക് മനസ്സിലായില്ല പുള്ളി എന്ത് ഗെയിം കളിക്കണം. കാരണം ഞങ്ങൾ ഉള്ളിൽ നിന്നാണ് കാണുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഗെയിം എല്ലാം മറ്റേ ക്യാമറയിൽ ഒറ്റയ്ക്ക് സംസാരിച്ച് പുറത്ത്, അത് നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു ഫുൾ ക്രൗഡിനെ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിയില്ലേ. അപ്പൊ ഈസ് എ റിയൽ ഗെയിം.
ഹി ഡിസേർവ്സ് എ ടൈറ്റിൽ. അപ്പോൾ ആര്യക്ക് ഫ്ലാറ്റ് പദ്ധതി അല്ലായിരുന്നു അല്ലെ? ആര്യക്ക് ഫ്ലാറ്റ് പദ്ധതി അല്ലായിരുന്നു ആക്ച്വലി. അൺഫോർച്ചുനേറ്റ്ലി ആള് പുറത്തായത് കൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ആള് പുറത്തായതിനു ശേഷം ഞാൻ അറിഞ്ഞത് വോട്ട്സ് കൂടുതൽ എനിക്കായിരുന്നു എന്നാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ വേറെ അതിന്റെ ഇടയിലൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മേ ബി കേട്ടോ. ഫ്ലാറ്റ് എനിക്ക് എന്റെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വന്നു കഴിഞ്ഞാൽ ഉയർന്ന പ്രതിഫലം ഓഫർ ചെയ്താൽ ഞാൻ എന്തായാലും മറ്റൊന്നും വകവെക്കാതെ പോയിരിക്കും. ഒരിക്കലും പോയില്ല. റീസൺ ഇല്ല, എനിക്ക് ആ ഷോയിലുള്ള ട്രസ്റ്റ് പോയി. ഐ ഡോണ്ട് ട്രസ്റ്റ് ദ ഷോ. അത് ഇറങ്ങിയതിനു ശേഷമാണ് ഉണ്ടായിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്താണോ? ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഉള്ളിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. പുറത്തിറങ്ങി എൻ്റെ സീസൺ കഴിഞ്ഞ് മറ്റുള്ള എല്ലാ സീസണിലെയും സംഭവങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ലാസ്റ്റ് സീസൺ 6 നടന്ന സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഡോണ്ട് ട്രസ്റ്റ് ഷോ എനിമോർ, ഡു നോട്ട് ട്രസ്റ്റ് ക്രിയേറ്റേഴ്സ്. അതുകൊണ്ട് ആ ഷോന്റെ ഭാഗമാവില്ല, ചെയ്യില്ല എന്നുള്ളത്. സിബിൻ നല്ലൊരു സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ സിബിന്റെ പരാമർശങ്ങളിൽ എതിർപ്പ് പറഞ്ഞവർ എന്നെ കൂടി എതിർക്കാൻ അല്ലെങ്കിൽ ഒരു ഹേറ്റ് ക്യാമ്പയിന്റെ ഭാഗമാവാൻ ഞാനൊരു ഇരയായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സിബിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്തിനാ ഇവനെ സപ്പോർട്ട് ചെയ്തവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ച് ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. സിബിന് ഹേറ്റ് ക്യാമ്പയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കും വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കലാകാരൻ നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ മറ്റെന്തിനേക്കാളും സന്തോഷം നൽകുന്നു ബിസിനസ്സുകാരി എന്ന ലേബിൾ കൂടിയാണ്. യെസ്, അങ്ങനെ ഞാൻ പറയില്ല. ഇപ്പം രണ്ടും എനിക്കിഷ്ടമുള്ള സാധനമാണ്. പക്ഷേ കറൻ്റ്ലി ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ബിസിനസ്സാണ്. എൻ്റെ വീട്ടിൽ അരിക്കലത്തിൽ കഞ്ഞി വേഗം സ്റ്റാർട്ടപ്പിലോ പിടിച്ചു നിൽക്കാൻ പറ്റാതാകുമ്പോഴാണ് പറയണ്ടേ. അല്ലല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. വീട്ടിൽ എന്ന് ഇൻകം ടാക്സ് വരാന്നുള്ള പേടിയിൽ കിടന്നുറങ്ങുന്ന ആള്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ ഡെയിലി ചിക്കൻ മന്തി വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഓക്കെ ഇപ്പൊ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിലൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഫീൽഡിലും ഉണ്ട്, ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളത് വളരെ സത്യം. സോ അടുത്ത പോയിന്റ്, പിഷാരടി സ്വന്തം റിയൽ ലൈഫിലും ഭർത്താവാണ് എന്നുള്ള തെറ്റിദ്ധാരണകളിൽ വന്ന ചോദ്യം ഒരു പരിധിക്ക് അപ്പുറം വല്ലാതെ മുഷിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. ഞങ്ങളത് ഭയങ്കര ഫണ്ണായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈസായിട്ട് അത് വെച്ച് ഡ്രാമയൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നോട് ഇടയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോൾ, പുറത്ത് US ഷോക്കൊക്കെ പോകുമ്പോൾ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ചോദിക്കും, ഭർത്താവ് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ആരെയാ ഉദ്ദേശിക്കണമെന്ന്. അപ്പൊ ഞാൻ തിരിച്ച് മറുപടിയും കൊടുത്തിട്ടുണ്ട്, പിള്ളേരെ നോക്കി വീട്ടിയിരിപ്പുണ്ട് പറയും. ഇത് ആദ്യം എപ്പോഴെങ്കിലും മനസ്സിലാവാതെ വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനെ റെഫറൻസ് സംസാരിക്കുമ്പോൾ അവര് രമേശ് പിഷാരടിയുടെ കാര്യം ചോദിച്ചാൽ അവര് തിരുത്തും ഇങ്ങോട്ട്. അതൊക്കെ സംഭവിച്ചു. രമേശ് ഏട്ടനും വൈഫും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു പരിപാടിയുടെ സമയത്ത് ബാക്ക് സ്റ്റേജില് സൗമ്യയും രമേശ് ഏട്ടനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് രമേശ് ഏട്ടനോട് പോയിട്ട് ചോദിച്ചിട്ടുണ്ട് ഭാര്യ വന്നില്ലേന്ന്. ഇത് നമ്മളെപ്പോഴും റിയൽ ലൈഫ് അല്ലെ, ശരിക്കും ഇത് വേഴ്സ് കൊടുക്കും. ശരിക്കും ഇത് രണ്ടിലും ഒരേ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അത് ഭയങ്കര ജോവിയലായിട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു മൂവിയിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി മിനിസ്ക്രീനിലാണെങ്കിൽ പോലും ശരിക്കും ഇത്രയും കാലയളവിൽ ഇത്തരം കേൾക്കേണ്ടി വന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു വേറെ ആരും ജോഡി ഉണ്ടാവില്ല. ജോഡി ഇഷ്ടപ്പെട്ട പെയർ എന്നുള്ള രീതിക്ക് പറയും. ആ ഇഷ്ടപ്പെട്ട പെയർ പെയർ തന്നെയാണ് എന്നുള്ളത് അത് ഭയങ്കര റയറാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സിബിൻ വിഷയത്തിൽ പ്രതികരണം ബിഗ് ബോസിനെയും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ സീസണിലും ബിഗ് ബോസിന്റെ ഭാഗമാവാറുണ്ട് അവതാരകയായിട്ട്. ഈ സീസണിലെ ക്ഷണം കിട്ടാതിരുന്നത് അതൊരു കാരണമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ചാനലോട് ചോദിച്ചിരുന്നു? ഇല്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചാനലുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. എല്ലാ തവണയും ലാലേട്ടൻ്റെ ബർത്ത്ഡേ എപ്പിസോഡ് വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് ചാനലിൽ നിന്ന് കോൾ വരും. അപ്പോൾ പറയും, അറിയാലോ ബർത്ത്ഡേ എപ്പിസോഡാണ്, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ, ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്, ടിക്കറ്റ് അയച്ചു തരാം, ഇത്രേ പറയാറുള്ളൂ. അപ്പം ഇത്തവണ അങ്ങനെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല. അപ്പം തന്നെ എനിക്ക്
എനിക്ക് അറിയായിരുന്നു. ഉത്തരം വ്യക്തമാണ്. ഉത്തരം വ്യക്തമാണ്. പിന്നെ ഞാനത് ചോദിക്കാനൊന്നും പോയിട്ടില്ല, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അവർക്ക് ഈസി ആയിട്ട് പറയാലോ, അല്ല ഞങ്ങൾക്ക് ഇത്തവണ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി ആര്യ, അതുകൊണ്ട് രഞ്ജിനീനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കൃത്യമായിട്ടുള്ള മറുപടി വന്നോളണം എന്നും നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല. എക്സാക്ട്ലി, അവരുടെ ചാനലാണ്, അവരുടെ ഷോ ആണ്. പക്ഷെ എപ്പോഴും എതിർത്ത് സംസാരിക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള എവിടെയെങ്കിലും എന്നോട് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആര്യനെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ആര്യയുടെ പേര് എന്തിനാണ് ആവശ്യമില്ലാതെ ചാനലിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ പേരെടുത്തിട്ടിട്ട് ഓരോരുത്തരെ വിളിച്ച് പറയുന്നുണ്ട് എന്ന്, ആര്യ ഇങ്ങനെ പറയുന്നു വിചാരിച്ചില്ല എന്നൊക്കെ. പക്ഷെ അവർ തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആര്യ അതിന് എന്താണ് ചാനലിനെ സംസാരിച്ച് ഒരിടത്തും കേട്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട് എന്നുള്ളത്. എനിക്കിപ്പോഴും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല ആരോടും. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോമഡി വേഷങ്ങളെടുത്ത് കോമഡിയനായിട്ട് കാണുമെന്നുള്ള പേടി കൊണ്ട് സിനിമയിൽ വന്ന അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. 1-2 യെസ്, 1-2, അതായത് ആ സെയിം പൊട്ടി ഭാര്യ സാധനം. ഇപ്പം വിളിക്കുമ്പോൾ തന്നെ ബഡായി ബംഗ്ലാവിൻ്റെ അതേ ക്യാരക്ടറാണ് കേട്ടോ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു 2-3 ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ എപ്പോഴും ഈ എന്താ പറയുക, ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കുറേയും കൂടിയും ഇന്ററാക്ട് ചെയ്യുന്ന, ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്ന, കുറച്ചുകൂടിയും നിൽക്കുന്ന, അല്ലെ, സോഷ്യലൈസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളിലും അങ്ങനെ ഉണ്ടെന്ന്. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എൻ്റെതായിട്ടുള്ള പ്രൈവസി വേണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. മുമ്പ് ഇതുപോലെ നസ്രക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ലുലുമാളിൽ പർദ്ദക്കിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ആര് പറഞ്ഞിട്ടിട്ട് ലുലുമാളിൽ കണ്ടു എന്ന് പറഞ്ഞ് ശരിയാണോ? ഇന്നേ വരെ ഈ പർദ്ദ എന്ന് പറയുന്ന സാധനമേ ഞാൻ ഇട്ടിട്ടില്ല. ശരിക്കും എവിടേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറ്റൻഷൻ. സത്യമായിട്ടും എനിക്ക് വിഷമം വരണം എപ്പോഴാണെന്നറിയോ, ആരെങ്കിലും എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയാലോ അല്ലെങ്കിൽ വന്ന് ഫോട്ടോ എടുക്കാണ്ടിരുന്നാലോ വിഷം വരും. ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കും, എന്താ മനസ്സിലായി, എനിക്ക് അങ്ങനെ വിഷമം വരണം. എനിക്കിഷ്ടമാണ് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെ ഒരു അച്ചീവ്മെന്റ് അല്ലേ. ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, എത്ര പേര് ലുലുമോളിൽ പോകുന്നുണ്ട്, നമ്മൾ നടന്നു പോകുമ്പോൾ മാത്രം ശരിക്കും അതിനേക്കാൾ രസം ഇങ്ങനെ പോകുന്ന സമയത്ത് സൈഡിലൂടെ പറഞ്ഞു പോകുന്നത് അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ. അതുവരെ ഇല്ലാത്ത ആറ്റിറ്റ്യൂഡും സാധനങ്ങളും നടത്തൊക്കെ മാറും, ഒരു സ്റ്റൈലൊക്കെ മാറി. സൈഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കണ്ണിനേക്കാൾ ഇവരിപ്പോ കാതായിരിക്കും അല്ലേ, സൈഡിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇവരെന്താ പറയണേന്ന് ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അറ്റൻഷൻ ഇഷ്ടമുള്ള ആളാണ്. നല്ല രീതിയിൽ അങ്ങനെ ഒരു കാര്യമില്ലാതെ വെറുതെ മാളിൽ പോകാറുണ്ടോ? അങ്ങനെ പോകാറില്ലെന്നേ, പോകാറുള്ളൂ എന്നുള്ളത്. ഈ എപ്പോഴെങ്കിലും നമ്മൾ പറയും സോഷ്യൽ മീഡിയ പല രീതിയിലേക്കുള്ള ഇപ്പം മെസ്സേജ് ചെയ്യലോ അല്ലെങ്കിൽ പല രീതിയിലേക്കുള്ള പ്രതികരണം വരുന്നെങ്കിലും എവിടേക്കോ ഈ പൂവാലശല്യം എല്ലാവരും അല്ലേ എല്ലാ കാലഘട്ടത്തിലും ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ സാറ് പറഞ്ഞ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു കലാകാരി ആകുമ്പോൾ ഇത് കുറെ കൂടി ഇത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇതൊക്കെ ഒരു കോംപ്ലിമെന്റ് കൂടിയാണ്, ഇഷ്ടപ്പെടാൻ കൂടി അട്രാക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു കാരണം. അത്തരത്തില് ഇത് എൻജോയ് ചെയ്യാറുണ്ടോ? പിന്നെ ശല്യം ആദ്യം നല്ല രീതിയിലേക്ക് ശല്യം എന്നല്ല, ചില ആൾക്കാർ കുറച്ച് ശല്യമാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ 1-2 പേര് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മിണ്ടാണ്ടിരിക്കണോ, പറയട്ടോ കഥ. 1-2 പേര് ഞാൻ ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട്. ഒന്നുള്ള എണ്ണം കുറവാണല്ലോ. കുറവാണ്. എനിക്ക് അങ്ങനെ പോവാല ശല്യമൊന്നും. മേ ബി ഞാനൊരു സിംഗിൾ മദർ ആയത് കൊണ്ടൊക്കെ ആണോന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മാരേജ് പ്രപ്പോസൽസ് ആണ്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു Q&A ചെയ്തപ്പോ അതിനകത്ത് ഇനി ഒരു കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച ആരോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഞാൻ പബ്ലിക്കലി റിപ്ലൈ ടു, നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ പറ്റിയാൽ, എനിക്ക് കമ്പാറ്റബിൾ ആണ്, ഓക്കെ ഇത് സെറ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരാൾ എന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും. ശരിക്കും അങ്ങനെ ആരും വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ വലിയ ഡോർ ഓപ്പൺ ആവാതെ അല്ലേ? അപ്പൊ തുടങ്ങിയാണ് ഇപ്പൊ പ്രപ്പോസൽസ് ഡെയിലി 2 പ്രപ്പോസൽ വെച്ചെങ്കിലും. ശരിക്കും അങ്ങനെ ഇൻസ്റ്റയിൽ വന്ന ഒരു റിക്വസ്റ്റില് കാര്യമായിട്ട് പരിഗണിക്കോ ഇവരെ ഓക്കെ ആണെങ്കിൽ? ഒരിക്കലും ഇല്ല എന്റെ പൊന്നെ. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, സോഷ്യൽ മീഡിയ പോലെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. പക്ഷെ അതേ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പൊ നമ്മള് സൗഹൃദത്തെ കുറിച്ചും ഇഷ്ടത്തെ കുറിച്ചും വാത്തോരത്തെ സംസാരിക്കുന്നത് അല്ലെ? എവിടേക്കോ നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിച്ച
പഠിച്ച നമുക്കൊപ്പം സഞ്ചരിച്ചവർ അതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഇന്നോ ഇന്നലെയോ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കണ്ടവരുമായിട്ട് നമ്മൾ വാർത്തകൾ സംസാരിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇവരാരൊക്കെയാണ് നമ്മുടെ എന്നുള്ള തോന്നലിലേക്ക് എത്തുന്നു. ഈ മാറ്റം പ്രകടമല്ല ശരിക്കും. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? നമ്മളെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമോ? ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോട്ടെ, ഇപ്പൊ എന്റെ സഹോദരി, അവളോട് ഞാൻ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ട്, എനിക്ക് ഉറപ്പാണ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്നെ ജഡ്ജ് ചെയ്യും, ഉറപ്പാണ്. കാരണം അവൾക്ക് എന്നെ അറിയാം. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും അവളോട് പറയില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസം സംസാരിച്ച് ചെറിയൊരു റാപ്പോ വന്നിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ സംസാരിക്കും. പക്ഷെ ആ സംസാരിക്കുന്നില്ല, ഇപ്പൊ ജഡ്ജ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആയില്ലേ ചിലപ്പോൾ ഈ തിരുത്തൽ കൂടി വരിക. പരിഗണിക്കുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അതുമുണ്ട്. അങ്ങനെയൊക്കെ റിലേഷൻഷിപ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്സ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഡേറ്റിംഗ് ആപ്സ് ഇത്ര ഹിറ്റാണ് ഇപ്പോ? ഇറ്റ്സ് എൻ ആപ്പ് ബേസിക്കലി. അതും ഒരു സോഷ്യൽ മീഡിയ ഒരു സാധനം തന്നെയല്ലേ. ഇതിനകത്ത് അവരിട്ടിരിക്കുന്ന പ്രൊഫൈല് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല, DP പോലും അവരുടെ ആണോ എന്ന് നമുക്കറിയില്ല അല്ലേ. പക്ഷെ നമ്മളത് സ്വൈപ്പ് ലെഫ്റ്റും സ്വൈപ്പ് റൈറ്റും ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ആവുന്നില്ലേ? എത്രയോ ആൾക്കാർ ഈ ഡേറ്റിംഗ് ആപ്സ് ഒരു കല്യാണം സത്യമായിട്ട് ഒരെണ്ണം പോലും ഇല്ല. എനിക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പുള്ളിക്കാരത്തേക്ക് മറ്റേ ഈ ബമ്പിൾ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബോറടിക്കുമ്പോ ഞാൻ പുള്ളിക്കാരത്തിയുടെ അതാ ഞാൻ പറഞ്ഞു തന്നത്. അതിൽ പകുതി കൂടുതൽ ആൾക്കാരോട് ചാറ്റ് ചെയ്തോണ്ടിരുന്നത് ഞാനാ. എന്റെ അടുത്ത ചോദ്യം വരാൻ പോകുന്നത് കൃത്യമായിട്ട് ഇത് അറിയുന്നുണ്ട്. ഈ വിവാഹം കഴിക്കുന്നവര് വിവാഹം കഴിച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും സംസാരിക്കുന്ന പോലെ ഇത് കൃത്യമായിട്ട് ഇത് അറിയാത്ത ഒരാളാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബമ്പിളിനകത്ത് ഇപ്പൊ അവൾക്ക് ഒരു 10 ചാറ്റ് ഉള്ളതിൽ കിടപ്പുണ്ടെങ്കിൽ അതിൽ 8 പേരോട് സംസാരിച്ചോണ്ടിരുന്നത് ഞാനാ. പക്ഷെ അവർക്ക് അതറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആരാധിക്കുന്ന സെലിബ്രിറ്റി സത്യല്ലേ? ശരിക്കും ഈ ഡേറ്റിംഗ് ആപ്പ് വന്നിട്ടേ അവസാനം കുറെ പേരൊക്കെ മാട്രിമോണി സൈറ്റുകൾ വരെ ഡേറ്റിംഗ് ആപ്പ് ആക്കി തുടങ്ങി. പ്രൊഫൈൽ ഉണ്ടാക്കുന്നു, നോക്കുക ലെവലിലോട്ട് മാറി. ഈ ശരിക്കും ഈ പബ്ലിസിറ്റി എൻജോയ് ചെയ്യുന്ന ഒരാൾ അല്ലെ, ഒരു ആർട്ടിസ്റ്റ് രീതിക്ക് ഇത്രത്തോളം പേര് അറിയുന്ന ഒരാൾ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് എവിടേക്ക് നമ്മൾ അറിയപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കാറുണ്ട്? അതില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മള് ഈ പറയുന്ന പോലെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ വെച്ചോളൂ, കുറച്ച് തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണെന്ന് വെച്ചോളൂ. നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിക്കണമൊക്കെ നമ്മുടെ സ്റ്റൈലിലല്ലേ, ഇങ്ങനെ എന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അപ്പുറത്തെ ടേബിളിൽ നിന്ന് നോക്കുമ്പോ എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇത് വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ ആര്യ നോക്കിയെന്ന് അവര് പറഞ്ഞു, ആര് നോക്കിയതായിരിക്കും അവര് പറയണം. മനസ്സിലായില്ല? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കല്യാണത്തിന് പോയി എന്ന് വെച്ചോളൂ. ഒരു കല്യാണത്തിന് പോകുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പൊ തന്നെ നമ്മുടെ പുറകെ പിടിക്കാൻ തുടങ്ങും. നമ്മളവിടെ ഇരിക്കുന്നു, പിന്നെ അവിടെ ഇരിക്കണ ആൾക്കാർ മുഴുവനും നമ്മളിപ്പോ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വരെയും വന്ന് വിശേഷം ചോദിക്കണ പരിപാടി. അങ്ങനെയുള്ള കുറച്ച് എൻജോയ് ആണ് ചെയ്യുന്നത്. അല്ല, ചില സമയത്ത് നമുക്കത് വേണ്ടായിരുന്നു എന്നൊരു തോന്നല് വരും. ഈവൻ ഈ സെൽഫി എടുക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും ചില ഒരു നമ്മൾ എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് നമ്മൾ വളരെ മോശം ഒരു സിറ്റുവേഷൻ എന്നായിരിക്കും ചിലപ്പം ഈ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ. അവിടെ പക്ഷെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവർക്കറിയില്ല നമ്മുടെ എന്ത് മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. ചിലപ്പോൾ ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് കോളേജൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഒരു 100 സെൽഫിയൊക്കെ എടുക്കേണ്ടി വരും. ഈ രണ്ട് ഫേസും കണ്ട് പോയൊരു യാത്ര എന്ന നിലയിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന പഴയൊരു ആര്യയിലെ കാര്യം എന്താ? ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു ഒരൊറ്റ കാര്യം. എനിക്ക് എന്താ പറയാ, എനിക്ക് പബ്ലിക്കലി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് അതായത് ഇപ്പം പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ബഡായി ആര്യ, ബഡായി ബംഗ്ലാവ് തന്നെയാണ് എല്ലാവരും എന്നോട് ഇപ്പോഴും ചോദിക്കുന്നത്. എല്ലാം മതി. പക്ഷേ സോഷ്യൽ മീഡിയ കൈൻഡ് ഓഫ് ഡിപ്രസിങ് ഇപ്പോഴും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. ഇന്നും ഇപ്പോൾ വേണമെങ്കിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയും വന്ന് എന്തെങ്കിലുമൊക്കെ മോശം പറഞ്ഞിട്ട് പോകും. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ
ഇത്രയും ദ്രോഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. പഴയ ആര്യക്ക് അങ്ങനെ ഒരു സാധനം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് യുനോ ഇത്രയും ഒരു എന്ത് ചെയ്താലും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു, ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമം. എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് റിഗ്രറ്റ് അടിക്കും, പോണ്ടായിരുന്നു പിന്നെയും സത്യം. തീർച്ചയായിട്ടും ഇപ്പോൾ എന്തിനേലും കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന മറുപടി വളരെ വ്യക്തമാണ്. അത് ഒരുപക്ഷെ മകളെന്നായിരിക്കും അല്ലെ. എത്ര തന്നെ സംസാരിച്ചാലും മതിയാവോളം സംസാരിക്കാൻ പറ്റുമെന്ന്. സോ എനിക്ക് തീർച്ചയായും നമ്മളിവിടെ വന്നപ്പോൾ സംസാരിച്ചതിൽ കുറെ പ്രാവശ്യം മകൾ വന്നു പോയി എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. സോ ഒന്ന് വിളിക്കാൻ പറ്റുമോ? എവിടെയുള്ള ഇപ്പൊ കൂടെ തന്നെയാണോ അതോ? അത് കൂടെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടിലുണ്ടാവും, സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും ആള്. ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ. സോ കോൾ എടുത്തിട്ട് ചോദിക്കുന്ന മകളുടെ അടുത്ത് അമ്മയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നുള്ളത് ചോദിക്കും. ഹായ്, how are you? Good. How was school? Good. ഓക്കെ. സോ അമ്മ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ഇരിക്കണ റോഹൻ അങ്കിൾ പറഞ്ഞു ഖുഷിയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന്. Okay. വലിയ കോമഡി ഒക്കെ. ഹലോ, കോമഡി അല്ല, സീരിയസ് ക്വസ്റ്റ്യൻ. Okay, I'm serious. ഓക്കെ, എന്തായിരുന്നു ചോദിക്കണ്ടേ? ഏറ്റവും അമ്മയില് ഏറ്റവും കൂടുതൽ അമ്മയിലെ ഏറ്റവും ഇഷ്ടം. വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ യുവർ മദർ? Everything. ഇത് ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോ ഈ ഉത്തരം പറയുന്നത് പറഞ്ഞു പഠിപ്പിച്ച. ഇഷ്ടമല്ലാത്തത് എന്താ? ഇഷ്ടമല്ലാത്ത എന്താന്ന്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു നോട്ട് ലൈക്ക് ഇൻ യുവർ മദർ? അതും എവരിത്തിങ് അല്ലേ? അത് എവരിത്തിങ് എന്ന് പറയില്ലേ? ഒന്നുമില്ല. പാടാന്ന്. ഏതാണ്? പാടാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. വാങ്ങിത്തരുന്ന് പറഞ്ഞതൊക്കെ വാങ്ങിത്തരും അമ്മ. പറഞ്ഞോ. കൊച്ചു മിണ്ടുന്നില്ല, ഒന്നും പറയാനില്ല. എക്സ്പ്രഷൻ ഇടുക. ഏതാണ്? എന്താണ്? ഞാൻ എപ്പോഴാ നിന്നെ വഴക്ക് പറയണേ? ഈ കാണുന്നതുള്ളൂ. അവിടെ ഭയങ്കര പ്രശ്നമാണല്ലേ? എന്തിന്റെ സമയത്ത്? ഫുഡ് തിന്നാത്തതിനാണ് സ്നേഹമുള്ള. അല്ല പിന്നെ ഭക്ഷണം കഴിക്കാത്തതിനാണ് അമ്മ വഴക്ക് പറയണത്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഖുഷിയില് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് ഇപ്പൊ ഖുഷിയോടൊന്ന് പറയണെങ്കിൽ ഏതായിരിക്കും? പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം, ഒരു രക്ഷ ഇതുവരെ പറയാത്തത്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ മിസ് ചെയ്യുന്ന, ഖുഷി ചെയ്ത് കണ്ടതിൽ മിസ് ചെയ്യാറുള്ള? എനിക്ക് ഖുഷി ഈസ് എ വെരി ഗുഡ് ഡാൻസർ. ഭയങ്കര നന്നായിട്ട് ഡാൻസ് ചെയ്യും. സി ബേസിക്കലി ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന ആളാണ്. അവളുടെ അച്ഛനും അതെ. ഈസ് എ ഫാബുലസ് ഡാൻസർ. ആൻഡ് ഖുഷി കുഞ്ഞില് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും മറ്റേ സ്നഗ്ഗിയൊക്കെ ഇട്ടിട്ട് ടിവിയിൽ ഏത് പാട്ട് വെച്ചു കൊടുത്താലും അതിൽ കാണിക്കണ അതേ സ്റ്റെപ്പ് ഇവിടെ കളിക്കും. ഈ അമ്മയെ പോലെ കുഞ്ഞിലെ ഡാൻസ് പഠിക്കാൻ പോയിട്ട് അരമണിക്കൂർ ഇരിക്കാൻ അതല്ല, ഇത് ക്ലാസിക്കൽ അല്ല, ഇത് മറ്റേ വെസ്റ്റേൺ സിനിമാറ്റിക് ലോക്കിംഗ് പോപ്പിംഗ് ആ പരിപാടികളാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇറ്റ്സ് ഇൻ ഹർ ബ്ലഡ്. പക്ഷേ ആള് മടിയാണ്. ആൾക്ക് ഡാൻസിൽ ഇപ്പോൾ ഒരു താല്പര്യമില്ല, ആള് കളിക്കുന്നുമില്ല. അപ്പൊ അതെനിക്ക്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ചോദിക്കും, എനിക്കൊരു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് വിടട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ആൾക്ക് ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അപ്പൊ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര അതൊരു മിസ്സിംഗ് ആണ് എനിക്ക്. ബിക്കോസ് കുഞ്ഞിലെ ഇവള് ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവള് ഡാൻസർ ആണ്. ഞാൻ ഉറപ്പിച്ചു, മനസ്സിൽ ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ചു, ഓ ഡാൻസർ ഡോട്ടർ എന്നൊക്കെ. പക്ഷെ അവൾക്ക് ഡാൻസിനെക്കാളും താല്പര്യം വേറെ, ഇപ്പൊ ഗിറ്റാറാണ് താല്പര്യം. അത് ഇനി എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഡാൻസ് കളിച്ച് കാണണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈക്ക് സ്റ്റേജസിലൊക്കെ, സ്കൂളിലാണെങ്കിലും ഒരു പരിപാടിയിലൊന്നും അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവള് ഡാൻസിലൊന്നും പോവൊന്നുമില്ല. അപ്പൊ ഐ തിങ്ക് ഐ മിസ് യു ഡാൻസിങ്. ചിരിയിൽ ഒതുക്കിയ തേച്ച് പറ മമ്മ ഐ ഡാൻസ്. അങ്ങനെ ആനുവൽ ഡേക്ക് മാത്രല്ല, അത് സൂപ്പർ ഡാൻസർ ആവണം എന്നാണ് മമ്മ പറയണത്. ഓക്കെ,
ഡീലായിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഫുൾ റോഹൻ ഇങ്ങോട്ട് കിട്ടിയത് താങ്ക് യു ലേറ്റർ. ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു. Okay, Kush, they said thank you. You want to say something? Bye bye. Okay, bye. 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 ഓക്കെ ബൈ ഉഷി, താങ്ക് യു സോ മച്ച്. യാ ഇത് എനിക്ക് തോന്നുന്നു അവിടെ മകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു എനർജി വേറെ എവിടുന്നോ കയറി വരുന്നുണ്ടല്ലോ. ഇത്രയും നേരം ഇവിടെ സംസാരിച്ചായിരുന്നു ഇല്ലാത്തൊരു എനർജി ഇല്ലേ? ശരിയാണ്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി വരും. ഇതുവരെ ചിരിക്കാത്ത സന്തോഷം കാര്യങ്ങളൊക്കെ മുഖത്ത് പ്രകടമാണ് എന്നുള്ളതാണ്. അടിപൊളി. അപ്പോൾ കുറേയേറെ വിശേഷങ്ങളോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെല്ലെ വൈൻഡപ്പിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ളത്. ഞാനിവിടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന പദപ്രയോഗത്തിൽ നിൽക്കുന്നില്ല. ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ നമ്മൾ വല്ലാതെ കൊണ്ട് വേട്ടയാടുന്നുണ്ടായിരിക്കും അല്ലെ. അതിന് ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കാം, ചിലപ്പോൾ വ്യക്തികൾ കൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏത് സോങ്ങാണ് അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന് ഉത്തരം? എനിക്ക് എപ്പോഴും ഇതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും Q&A ഒക്കെ ചെയ്യുമ്പോൾ വിച്ച് ഈസ് യുവർ മോസ്റ്റ് ഫേവറേറ്റ് സോങ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുള്ള പാട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും മനസ്സിൽ ഓടി വരണ ഒറ്റ പാട്ടേ ഉള്ളൂ, എൻ കാതലേ എന്നുള്ള പാട്ട്. ദാറ്റ് ഇസ് ഫ്രം ഡ്യുവറ്റ് മൂവി. പാടിയത് SPB ആണ്. ആൻഡ് ഐ തിങ്ക് റഹ്മാൻ സർ, ഓഫ് കോഴ്സ് AR റഹ്മാൻ മ്യൂസിക് ആണ്. ഐ ആം ആൻ AR റഹ്മാൻ ഫെനാറ്റിക്. എനിക്ക് AR റഹ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് കോൺസേർട്ട് എവിടെയെങ്കിലും പോയി കാണണം, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പിക്ക് എടുക്കണം എന്നൊക്കെ ഉള്ളതൊരു ആഗ്രഹമാണ്. സോ എനിക്കറിയില്ല, ഐ ഫീൽ ഈ ഒരു പാട്ടിന് എന്തോ ഒരു ദിസ് സോങ് ഹാസ് ലൈഫ്. അതിന്റെ ഈണമായിരിക്കും, വരികൾ, അല്ലെങ്കിൽ SPBയുടെ വോയിസ്. ഐ തിങ്ക് ഇറ്റ്സ് എവറിത്തിങ് ടുഗെദർ. ഇത്രയും ലൈഫുള്ള ഒരു പാട്ട് എനിക്കറിയില്ല, വേറെ ഉണ്ടാവാം, പക്ഷെ എനിക്കെന്തോ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് സ്റ്റക്ക് ഇൻ മൈ ഹെഡ്. ആൻഡ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ലൈഫിലെ കുറേ സിറ്റുവേഷൻസ് ഓർക്കും. അത് കുറെ കാര്യങ്ങൾ കണക്ട് ആവും. എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. അതാണ് അതിന്റെ പ്രധാന. ചിലപ്പം ചില സമയം പിന്നെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ചിലപ്പോ നമ്മൾ വെറുതെ നോർമലി രാവിലേക്ക് എണീറ്റ് ഒരു പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഈ പാട്ട് ഇടുവാണെങ്കിൽ നമ്മൾ അങ്ങ് കേട്ടു പോകും. വിഷമമുള്ള സമയത്ത് ഈ പാട്ട് കേൾക്കുകയാണെങ്കിൽ കരയും. ഐ ഹവ് ക്രൈഡ് എ ലോട്ട് ലിസ്ണിംഗ് ടു ദിസ് സോങ്. കുറേ കരഞ്ഞിട്ടുണ്ട് ഈ പാട്ട് കേട്ടിട്ട്. സോ അതുകൊണ്ട് എനിക്കറിയില്ല, ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. ഐ ലിസൺ ടു ദിസ് സോങ് എ ലോട്ട്. സോ ആ ഇഷ്ടപ്പെട്ട പാട്ട് രണ്ടുപേരും നമ്മൾ കേൾക്കാൻ പാടും. അയ്യോ, എൻ കാതലേ என்னை என்ன செய்ய போகிறாய், நான் ஓவியம் என்று தெரிந்தும் நீ ஏன் கண்ணீரண்டே கேட்கிறாய். മതി. യെസ്. അപ്പം എന്തായാലും ഞാൻ തുടക്കത്തിലെ പറഞ്ഞ വിശേഷങ്ങൾ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. സിംഗർ കൂടിയാണ്, അറിയാം, കുറെ പാട്ടുകൾ നമ്മൾ കേട്ടതാണ് അല്ലേ. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. ആ പേരിനൊപ്പമുള്ള ബഡായി, റിയൽ ലൈഫിലെ തുറന്നു പറച്ചിലെ കള്ളങ്ങളൊന്നും ഇല്ലാത്ത, ബഡായി ഒന്നും പറയാത്ത, എന്നാൽ തുറന്നു പറച്ചിലിന് കുറേയേറെ പഴി കേൾക്കേണ്ടതെന്ന വ്യക്തിത്വം കൂടിയാണ്. എന്നിരുന്നാലും എല്ലാറ്റിനും ഇരുവശങ്ങൾ എന്ന പോലെ യാത്ര തുടരട്ടെ, ആ ബിസിനസ്സും വളരട്ടെ, കലാകാരി എന്നുള്ള ജീവിതം വളരട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് റോഹൻ. ഓൾ ദി ബെസ്റ്റ് ടു യു.